താമരശ്ശേരി ഷഹബാസ് കൊലക്കേസ് പ്രതികളായ വിദ്യാർത്ഥികൾക്കെതിരെ ഭീഷണി കത്ത് വന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സംഭവം താമരശ്ശേരി DYSP ആണ് അന്വേഷിക്കുക. ഇംതിയാസ് കരീം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഈ SSLC പരീക്ഷ പൂർത്തിയാകാൻ സമ്മതിക്കില്ല, അതിനു മുൻപ് അപായപ്പെടുത്തുമെന്നാണ് പ്രധാന അധ്യാപകന് ലഭിച്ച കത്തിലുള്ള ഭീഷണി. അന്വേഷണം അത് ഏത് രീതിയിലാണ്? ഇവരുടെ പരീക്ഷാ കേന്ദ്രം മാറ്റുന്നതൊക്കെ പരിഗണിക്കുന്നുണ്ടോ? ആര്യ, ഈ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അതിൽ 6ഓളം വിദ്യാർത്ഥികൾ ഇപ്പോഴും ജുവൈനൽ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. അവരുടെ SSLC പരീക്ഷ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ തന്നെ DU അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്നുമുണ്ട്. എന്നാൽ ഇതിനിടയിൽ നമുക്കറിയാം, ഈ പ്രതികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധവും മറ്റുമൊക്കെ നടന്നിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഈ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഒരു ജനരോഷമുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ KSU MSF അടക്കമുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ വന്ന് ഈ ജുവൈനൽ ഹോമിന്റെ മുൻപിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നതും നമ്മൾ കണ്ടത്. എന്നാൽ ഇതിനിടയിൽ താമരശ്ശേരി സ്കൂളിലെ ഈ പ്രിൻസിപ്പലിന് ഒരു ഊമക്കത്ത് ലഭിച്ചിരിക്കുന്നു. ഊമക്കത്ത് എന്ന് പറയുന്നത് ഈ 5 വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഒരു ഭീഷണി കത്താണ്. ഇവരെ ഏതെങ്കിലും തരത്തിൽ പരീക്ഷ എഴുതിപ്പിച്ചാൽ അത് അവരെ വകവരുത്തും എന്നുള്ള രീതിയിലായിരുന്നു ആ ഭീഷണി കത്തിൽ പറഞ്ഞിരുന്നത്. ഇത് ഉടനെ തന്നെ ഈ പ്രിൻസിപ്പൽ താമരശ്ശേരി പോലീസിനെ വിവരമറിയിക്കുകയും വിവരമറിയിച്ചതിനെ തുടർന്ന് ഇതിലിപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ കത്ത് വന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ പരീക്ഷകളെല്ലാം തന്നെ പൂർണ്ണമായി ഈ ജുവൈനൽ കസ്റ്റഡിയിൽ, ജുവൈനൽ ഹോമിലെ പ്രത്യേക ഒബ്സർവേഷൻ മുറിയിൽ തന്നെ ഇവരുടെ പരീക്ഷകളെല്ലാം പൂർത്തീകരിക്കും. ഇത് ഏത് പ്രതിഷേധമുണ്ടെങ്കിലും അത് നിയമാനുസൃതമായി അങ്ങനെ തന്നെയായിരിക്കും നടക്കുക. അതേസമയം പോലീസ് ഇതിൽ ഈ കേസ് അന്വേഷിക്കുന്ന താമരശ്ശേരി പോലീസ് ഇതിൽ പ്രധാനമായിട്ടും ഇനി കൂടുതൽ ആളുകളുടെ മൊഴികളെടുക്കുക, കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക, അതോടൊപ്പം തന്നെ നേരത്തെ ശാസ്ത്രീയ തെളിവിനയച്ച അതിൻ്റെ ഫലമൊക്കെ വെച്ചുകൊണ്ട് ഈ കൃത്യത്തിൽ, അതായത് നേരത്തെ തന്നെ ഈ 6 പേരാണ് കൃത്യത്തിൽ പങ്കെടുത്തത് എന്ന് പോലീസ് വ്യക്തമാക്കിയതാണ്. അതിനപ്പുറം ഇതിൽ പ്രേരണയായവർ, മുതിർന്നവരുടെ പങ്ക്, അതുപോലെ വിവരങ്ങൾ നൽകിയത്. ഭീഷണി കത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.